മദ്രാസ്കാരൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ചെറുപ്പം മുതലേ തമിഴ് സിനിമകൾ കൂടുതലും കണ്ടിട്ടുണ്ട്. കൂടുതലും ഈ പറഞ്ഞ പോലെ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള കൊമേഴ്ഷ്യലായ എലമെൻറ്റ്സ് കൂടുതലുള്ളത് തമിഴ് സിനിമയിലാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത തമിഴ് സിനിമയിൽ ഇത്തരം എലമെൻറ്റ്സുകളും ഉണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ RDX കഴിഞ്ഞൊരു സമയത്തായിരുന്നു എനിക്ക് ഈ കോള് വന്നത്. ആ സമയത്ത് കുറച്ച് തമിഴൊന്നും അല്ലാതെ വേറെ ഭാഷകളൊന്നും എല്ലാം ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. അതിലെനിക്ക് ഈ കഥ വർക്കായി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ SR പ്രൊഡക്ഷൻ അവരുടെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ അത് അങ്ങനെ ഒരു ആദ്യത്തെ കമ്പനിയാണെന്നുള്ളതിൻ്റെ ഒരു ഇൻകൺവീനിയൻസും ഒരു സൈഡിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നന്നായിട്ടാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും നിലവിലും ഇതിൻ്റെ പ്രൊമോഷൻസ് ഇവൻ ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഗ്രാൻഡായിട്ടാണ്. ഒരു ആദ്യ സിനിമ എന്നുള്ള രീതിയിൽ അതും വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്തു തരാമോ അതിൻ്റെ മാക്സിമം പുള്ളി ചെയ്തു തരുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പുള്ളിനോട് ഞാൻ ഈ സിറ്റുവേഷനിൽ നന്ദി പറയുന്നു. ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ ഓർത്ത കാര്യങ്ങൾ. തമിഴില് മാത്രമേ ഉള്ളൂ. തമിഴ് ഭാഷയിലേ ഉള്ളൂ. പക്ഷെ അത് എല്ലായിടത്തും ഇപ്പോൾ എല്ലായിടത്തും എന്ന് വെച്ചാൽ കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല. അത് ഇറങ്ങിയതിന് ശേഷം അറിയുള്ളൂ. ഇപ്പൊ നിലവില് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല. തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക. അതൊരു വാണ്ടഡ് ഡിസിഷനും കൂടെ ആയിരുന്നു. കാരണം കൾച്ചർ ഓറിയന്റഡ് ആയിട്ടൊരു സിനിമയാണ്. ഇപ്പൊ നമ്മൾ അങ്കമാലി ഡയറീസ് പോലത്തെ ഒരു പടം തമിഴിൽ ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതേപോലൊരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്. അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് വന്നാൽ ഒരിക്കലും അത് മാച്ച് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത്. மெட்ராஸ் ஸ்லாங் பிடிக்கிறது அதர் மற்ற ஊரில் இருக்கிற எங்களுக்கே கொஞ்சம் கஷ்டம். அந்த லோக்கல் ஸ்லாங்கை பிடிச்சி பேசுறது எல்லாமே. நீங்கள் எந்த அளவுக்கு அந்த ஸ்லாங்கை பிடிச்சி பேச ரெடியாக இருக்கீங்க? ப்ரோ முடிஞ்ச அளவுக்கு பண்ணிட்டேன். தெரியல. അതായത് ഇപ്പോൾ ബ്രോ ബേസിക്കലി ഒരു 10, 20, 25 അല്ലെങ്കിൽ 28 വയസ്സ് വരെ, ഇപ്പം എനിക്ക് 29 പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 28ആയിരുന്നു. അപ്പം 28 വയസ്സ് വരെ സംസാരിച്ച ഭാഷ മൊത്തം മറന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തമിഴിനാകുമ്പോൾ നടക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ ഒരു പുള്ളി പറയുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ ഇമിറ്റേറ്റ് എങ്കിലും ചെയ്യാൻ നോക്കിയിട്ടൊക്കെ ഞാൻ ഡബിങ്ങിൽ കുറേയൊക്കെ ഐ ഹവ് ട്രൈഡ്. യു ഗൈസ് ഹാവ് ടു സേ, ഓഡിയൻസ് ആഫ്റ്റർ 10th നിങ്ങളാണ് പറയേണ്ടത്. ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് ആണ് എന്ന് പറഞ്ഞു എന്നെ ഒരു വിധേയത്വം അവിടെ കൂടുതലാണ്. നമ്മളുടെ ഇവിടുത്തെ കൾച്ചറിന്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ ഒരു ജീവിത രീതിയിലായിട്ടാണോ പറഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എന്താ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും. അവിടെ വേറൊരു സാധനമുണ്ട്. എന്നാൽ അവിടെയും വേറൊരു ഗത്തുണ്ട്. പക്ഷെ അത് വേറെയാണ്. പിന്നെ അവിടെ ഈ വൈരമുത്തൂടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ സോഫ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ ഈ പറഞ്ഞ അണ്ണൻ പാസം ഒക്കെ അവിടെ വർക്ക് ആവാനുള്ള റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അത് കുറച്ച് ക്രിഞ്ചൊക്കെ അവിടെ ഓക്കെയാണ്. നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷൻസ് ഉള്ള സിനിമകൾ ആണ് കൂടുതൽ വർക്ക് ആവുക. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക് നിർബന്ധമാണ്. കാര്യം അപ്പൊ അങ്ങനെയൊക്കെ കൂടെ നോക്കിയപ്പോ ആണ് ഈ കഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. അതെ, അങ്ങനെ ഒന്നും അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാൻ എന്നാലും ഓക്കെ. എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്തൊക്കെയായിരുന്നു യുവർ ഇനിഷ്യൽ പ്രിപ്പറേഷൻസ് ടു ബി മദ്രാസ്കാരൻ? പ്രിപ്പറേഷൻ കൂടുതലും ഈ തമിഴ് കൂടുതൽ അങ്ങനെയുള്ള സിനിമകൾ, ഇപ്പോൾ മറ്റേ കാർത്തിയുടെ മദ്രാസ് ആയാലും അല്ലെങ്കിൽ ധനുഷിന്റെ ആടുകല അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങളൊക്കെ തന്നെ ഒന്നും കൂടെയൊക്കെ കാണുമായിരുന്നു. ജസ്റ്റ് ആ ഇവരുടെ രീതി ഉണ്ടല്ലോ, ഒരു സ്പീഡുണ്ട് സംസാരത്തിന്റെ. അതൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി അങ്ങനെയുള്ള പടങ്ങൾ കാണുമായിരുന്നു.
പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഇല്ലായിരുന്നു. കാര്യം ഞാൻ എന്താണോ ഡയറക്ടർ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്, ഒരു സ്പോട്ടിലാണ് കൂടുതൽ ഇംപ്രൈസേഷൻ വരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ട് പോയില്ല.